എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് കേട്ടു അല്ലേ? ഓസ്ട്രേലിയയിൽ 16 യഹൂദന്മാർ മരിക്കുവാനിടയായ ഒരു ഭീകരാക്രമണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുവാനായിട്ടിടയായി. പാകിസ്ഥാനിയായ ഒരപ്പനും മകനും കൂടെയാണ്, 24 വയസ്സുള്ള ഒരു മകനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ തോക്കുധാരികളായി അങ്ങോട്ട് കയറി ചെന്നാണ് അവരുടെ, അതായത് യഹൂദന്മാരുടെ ഹനൂക്ക എന്ന് പറയുന്ന ഒരു ആഘോഷം അവിടെ നടക്കുകയാണ്. അപ്പോൾ ആ ആഘോഷം അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കയറി ചെന്നാണ് ഈ അപ്പനും മകനും കൂടെ എന്താ പറയുക 16 പേരെ അവിടെ നിഷ്കരുണം വധിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് വരുന്നതിന് മുൻപേ വേറെ 2 ന്യൂസുകളും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലോട്ടൊന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, അതും നമ്മുടെ ന്യൂസിനകത്ത് കണ്ടതാണ്. കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കണ്ണൂരല്ല, നീലേശ്വരം, കാസർഗോഡ് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തെയ്യം എന്ന് വെച്ചാൽ അതും അവരുടെ ഒരു ഹിന്ദുക്കളുടെ ഒരു ആചാരപ്രകാരമുള്ളൊരു ദൈവം ആ വ്യക്തിയുടെ ദേഹത്ത് കയറുന്നതാണ്. അപ്പോൾ അവിടെയും എന്താണ്, ആ വ്യക്തി അവർക്ക് ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ അതിന്. കാരണം അതിനകത്ത് ഇവർ ആ വ്യക്തിക്ക് എന്താണ്, കുറേ കള്ളൊക്കെ കുടിക്കാൻ കൊടുക്കും, എന്നിട്ട് അയാളുടെ ലെക്ക് കെട്ട് കഴിയുമ്പോഴാണ് ഈ ദൈവം കയറുന്നതെന്നാണ് ഇവരുടെ വിശ്വാസം. ഓക്കെ, എനിവേ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അടി കൊണ്ടിട്ട് എന്താണ്, ആ തെയ്യത്തിൻ്റെ അടി കൊണ്ടിട്ട് ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ അവിടെ ബോധം കെട്ട് വീഴുവാനായിട്ട് ഇടയായി. ദൈവത്തിൻ്റെ കൃപയാൽ ആ മനുഷ്യൻ മരിച്ചില്ല. ഓക്കെ, അതും ദൈവമാണ്. ഇനി അടുത്തത് അതിൻ്റെ അടിയിൽ തന്നെ, ആ വീഡിയോയുടെ അടിയിൽ വേറൊരു വ്യക്തി വന്ന് കമൻ്റ് ഇട്ടതാണ്. ഈ പുള്ളിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി പോലും. ആ പുള്ളിക്ക് വേറൊരു ദൈവമാണ്, അതായത് വെളിച്ചപ്പാടെന്ന് പറയുന്ന ഒരു പുള്ളിയുടെ അടുത്ത് പോയതാണ്. ആ പുള്ളി ഇത് വെച്ചിട്ടാണ് കളിക്കുന്നത്, എന്താണ്, വാള് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ വാള് വീശി ഇങ്ങോട്ട് വന്നു, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് അടുത്തൊരു വ്യക്തി ഇറങ്ങിയിരിക്കുന്നത്. ഓർക്കണേ, ഇത് രണ്ടും ദൈവമാണ്. ഇനി അടുത്തത്, ഇവിടെ എന്താണ്, 16 യഹൂദന്മാരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാനുകൾ. എന്തിനാ കൊന്നത്? അതും ദൈവത്തിൻ്റെ പേരിലാണ് കൊന്നത്, മതത്തിൻ്റെ പേരിലാണ് കൊന്നത്. ഒന്ന് ഓർത്ത് നോക്കും. നമ്മളൊക്കെ ഏത് ദൈവങ്ങളെ ആരാധിക്കുന്നത്? നമ്മളൊക്കെ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ആരാണ്? ദൈവം ഒരു ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം എന്തിന് മനുഷ്യന്മാരുടെ ദേഹത്ത് കയറുന്നു? ആ മനുഷ്യന്മാരുടെ ദേഹത്ത് ആ ദൈവം കയറിയാൽ തന്നെ ആ ദൈവം എന്താണ്, കൊല്ലുവാണോ? സൃഷ്ടിച്ച മനുഷ്യനെ കൊല്ലുന്നവനാണോ ദൈവം? അല്ലെങ്കിൽ കൊല്ലാൻ പഠിപ്പിക്കുന്നവനാണോ ദൈവം? അതൊന്നും ദൈവമല്ല. അതൊക്കെ വേറെ എന്തെങ്കിലും അന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. ഇപ്പോൾ ഞാനതൊന്നും പച്ചയ്ക്ക് പറയുന്നില്ല. അതൊക്കെ വർഗീയ വിദ്വേഷമാണെന്നൊക്കെ പറയും. എന്നിലൊരു വർഗീയ വിദ്വേഷവുമില്ല. ഞാൻ പറയുന്നത്, ഞാൻ ആരാധിക്കുന്ന ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ദൈവം സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മതവുമില്ല, ജാതിയുമില്ല, ഒന്നുമില്ല. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു സത്യദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനായിട്ട് പറ്റും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സഹോദരരാണ് എന്ന് കണ്ണുകൊണ്ട് കാണുവാൻ നമ്മൾക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതും ദൈവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവർ ചെയ്യുന്ന അതിക്രമങ്ങളെ സ്നേഹിക്കുവാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു ആഘോഷമായിരുന്നു ഈ ഹനൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താണ് ഹനൂക്ക എന്നൊക്കെ വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഹനൂക്ക എന്ന് പറയുന്ന ഒരു ആഘോഷത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആഘോഷമാണ്. ആ ഒരു ആഘോഷം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടമല്ല, ഒരു അപ്പനും മകനും, ഓർക്ക് ഈ അപ്പനൊക്കെ എന്ത് പറഞ്ഞാണ് മക്കളെ വളർത്തുന്നത്? സ്വന്തം മക്കളെ ഏതെങ്കിലും ഒരു അപ്പൻ ഇതുപോലെയുള്ള എന്താ പറയുക വർഗീയ വിദ്വേഷം നിറച്ചു വളർത്തുമോ? എനിക്ക് തോന്നുന്നില്ല. വിവരമുള്ള ആരും എന്താണ് ഇങ്ങനെ മക്കളെ വളർത്തത്തില്ല. കാരണം മക്കളെ നമ്മൾ വളർത്തുന്നത് എന്തിനാണ്? അവർക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാകണം, നല്ലൊരു ജീവിതം ഉണ്ടാകണം, അവർ സമൂഹത്തിന് മാതൃകയുള്ളവരാകണം. അങ്ങനെയാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. ഇത് എന്താണ്, മറ്റുള്ളവരെ കൊല്ലാനും തല്ലാനും ഒക്കെ പഠിപ്പിക്കുന്ന എന്തോ മാതാപിതാക്കന്മാരാണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണത്തിലോട്ടാണ് ഞാൻ വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ കേരളത്തിൽ അധികം ഇതുപോലുള്ള വർഗീയ വിദ്വേഷം ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്? എന്നാൽ ഒരു പരിധിവരെ അതിനെയൊക്കെ അടിച്ചമർത്തുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലുള്ളവർ 100% ലിറ്ററസി എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടല്ലേ. പല കാര്യങ്ങളിലും നമ്മൾക്കത് കാണുവാനില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കേരളം ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണ്? കേരളത്തിൽ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ്. ഇനി ഓർക്കുക, ഈ വർഗീയ പ്രചാരകരായിട്ടും വർഗീയ വിരോധികളായിട്ടും മനുഷ്യർ മാറുന്നത് എപ്പോഴാണ്? അവരിൽ ജ്ഞാനത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങൾ വിചാരിക്കും, ഈ ജ്ഞാനം എന്ന് പറയുന്നത്
കുറേ പുസ്തകജ്ഞാനമാണ്. IAS-ഉം IPS-ഉം എടുത്താൽ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ഡോക്ടറേറ്റ് എടുത്താൽ, എഞ്ചിനീയർ ആയാലൊക്കെ ഈ ജ്ഞാനത്തിൻ്റെ തികവങ്ങ് വന്നു എന്നൊന്നുമല്ല. അതല്ല ജ്ഞാനം എന്ന് പറയുന്നത്. ശരിക്കും വിവേകം അല്ലെ, വിവേകം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾക്കില്ല എങ്കിൽ നമ്മൾക്ക് കുറേ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് വിശുദ്ധ വചനം, അതായത് ദൈവത്തിൻ്റെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ബൈബിളിനകത്ത് പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജ്ഞാനം ലഭിക്കുവാൻ, അല്ലെങ്കിൽ വിവേകം ലഭിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ വിവേകത്തിന്, ജ്ഞാനത്തിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ബൈബിൾ കൊടുക്കുവാനുള്ള കാരണം എന്താണ്? ഈ ജ്ഞാനവും വിവേകവും വന്നില്ല എങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ സംഭവങ്ങളിൽ 3 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കും. ഇനി ക്രിസ്ത്യാനികളിലോട്ട് വന്നു കഴിയുമ്പോഴും സൃഷ്ടിച്ച ദൈവത്തിന് പകരം എന്താണ്? മനുഷ്യൻ സൃഷ്ടിച്ച ദൈവത്തിനെ കഴിഞ്ഞും അപ്പുറമായിട്ട് മനുഷ്യൻ സൃഷ്ടിച്ച കുറേ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളുമുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വിവേകമില്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്തതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യന് നമ്മളെ ദൈവമാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാൻ ഒരു സൃഷ്ടിയായ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എവിടുന്നായി പിക്ചറുകളൊക്കെ കടന്നു വന്ന്? ഇതൊക്കെ മനുഷ്യൻ്റെ അറിവില്ലായ്മ കൊണ്ട്, പിന്നെ മനുഷ്യന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ രൂപങ്ങളെയാണ് നമ്മൾ എന്താണ് ദൈവം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ക്രിസ്ത്യാനികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ മാറ്റമൊന്നുമല്ല. കാരണം അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മളിൽ ജ്ഞാനമുണ്ടാകണം, വിവേകമുണ്ടാകണം, ഈ പരിജ്ഞാനം ഉണ്ടാകണം. ഇതില്ല എങ്കിൽ എന്താണ്? അതാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. പരിജ്ഞാനമില്ലായെങ്കിൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് എന്തുണ്ടാകണം? പരിജ്ഞാനം ഉണ്ടാകണം, വിവേകമുണ്ടാകണം, വിജ്ഞാനം ഉണ്ടാകണം. ഇത് എവിടെ നിന്നാണ് കിട്ടേണ്ടത്? ഇത് ദൈവത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. ദൈവത്തിൽ നിന്ന് ഇത് നമ്മൾക്ക് കിട്ടിയില്ല എങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ടീമുകളൊക്കെ കാണിച്ചതുപോലെയൊക്കെ തന്നെ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങളോടും, അല്ലെങ്കിൽ ദൈവത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ദൈവത്തോട് ആദ്യം ചോദിച്ചു വാങ്ങേണ്ട ഒരു വരം എന്താണെന്നറിയാമോ? ദൈവമേ, അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയുവാനുള്ള അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് നമ്മൾ അനുനിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇനി നമ്മളുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്നും യേശയ്യാ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് 2-ാമത്തെ വാക്യം തൊട്ട് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളിൽ ജ്ഞാനമുണ്ടാകും, വിവേകമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ജ്ഞാനവും വിവേകവും ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മളിൽ ആരാ വ്യാപരിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളതും, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, മുസ്ലിം ആകട്ടെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും, ദൈവം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്, കരുണയുടെ ആത്മാവാണ്, ജ്ഞാനത്തിൻ്റെ ആത്മാവാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കൊല്ലാൻ പറയുന്ന മതമല്ല, അത് ദൈവവുമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരുടെ ഉള്ളിലേക്കും, അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് ദൈവം വന്നു കഴിയുമ്പോൾ ആ ദൈവം മനുഷ്യരെ കൊല്ലാനോ അടിക്കാനോ വെട്ടാനോ നടക്കുന്നവനല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് നമ്മൾക്ക് എന്ന് നമ്മളിൽ ഉണ്ടാകുന്നു, അന്നേ നമ്മൾ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ജ്ഞാനം വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ പുറമേ വന്നോളും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ഇനി മറ്റൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്നത്, നിന്നെ ഞാൻ തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകും, അവിടെ നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ഇന്ന് യഹൂദന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിന്നിച്ചെതിരെ കിടക്കുന്നുണ്ട്. അവരാരും എങ്ങോട്ട് പോകുന്നില്ല, അവരാരും ഇസ്രായേലിലേക്ക് മടങ്ങി പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അവരുണ്ടാക്കിയ സ്വത്തിൽ അവർ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം ഇറങ്ങുകയോ ഇറങ്ങത്തില്ലയോ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ വിശുദ്ധ ബൈബിൾ അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്ത ദേശത്ത് ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പക്ഷി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വാഗ്ദത്ത കനാനിലാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം എന്ന് യഹൂദന്മാർ തിരിച്ചറിഞ്ഞു.
തിരിച്ചറിയുന്നു അന്ന് അവരെ എങ്ങോട്ട് പോകും? ഇസ്രായേലിലോട്ട് മടങ്ങിപ്പോകും. ഇസ്രായേലിലോട്ട് മടങ്ങിപ്പോയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ അവിടെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പം ഓസ്ട്രേലിയയിൽ നടന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ അല്ലയോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഓസ്ട്രേലിയയിലും വേറെ രാജ്യത്തൊക്കെ പോയി നിങ്ങൾ കിടന്നു, അവിടെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം എന്നൊന്നും യഹൂദനോട് ദൈവം പറഞ്ഞിട്ടില്ല. യഹൂദനോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ദേശത്ത്, അല്ലേ, അബ്രാഹാമിനോട് അതാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നു തേനും പാലും ഒഴുകുന്ന ദേശത്ത് നിങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യഹൂദന്മാരുടെ പരിപൂർണമായ സംരക്ഷണം എവിടെയാണ്? അത് ഇസ്രായേലിൽ തന്നെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ എന്ന് അവർ തിരിച്ചറിയുന്നു. അന്ന് അവരുടെ സംരക്ഷണവും പൂർത്തിയാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ മെയിൻ കാരണം എന്താണ്? നമ്മൾ മെയിനായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവെ, ഒന്നുമില്ലെങ്കിൽ കർത്താവെ, അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ആ ജ്ഞാനമില്ലാതെ നമ്മൾക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല. ആ ജ്ഞാനമില്ലാതെ നമ്മൾ ജീവിച്ചിട്ട് കാര്യവുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവമേ, അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. യഥാർത്ഥമായ ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിയോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, അവിടുത്തെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, അവിടുത്തെ ജ്ഞാനം എനിക്കൊന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ നമ്മൾ ചെയ്യത്തില്ല. മറ്റുള്ളവരെ കൊല്ലുന്നവരായിട്ടോ മറ്റുള്ളവരെ വെറുക്കുന്നവരായിട്ടോ നമ്മൾ മാറത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇതുപോലെയുള്ള ആൾദൈവങ്ങളുടെ പുറകെ നമ്മൾ പോകത്തുമില്ല. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.